ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ അമേരിക്ക ഇറാൻ ചർച്ച നാളെ നടക്കുമെന്ന കാര്യം വ്യക്തമാവുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് സ്വിറ്റ്സർലൻഡിൽ എത്തും. ഏതായാലും ഇറാൻ സ്പീക്കർ എം.ബി. ഖാലിബാഫ് ചർച്ചയിൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പാക്, ഖത്തർ സംഘവും ചർച്ചകളിൽ പങ്കെടുക്കും. അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹോർമോസ് അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചത്. ഇറാന്റെ സ്വത്തുക്കൾ എടുത്ത് ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് അനുവദിക്കില്ല എന്നാണ് ഇറാൻ നിലപാടെടുത്തിരിക്കുന്നത്. വെടിനിർത്തൽ ലംഘിച്ച് ലെബനിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളിലും ഇന്നു മാത്രം 20-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ലെബനിൽ ആക്രമണം നിർത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപിനെ യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ നാളെ ആരംഭിക്കുന്ന സുപ്രധാന ചർച്ചകൾ പാകിസ്ഥാനും ഖത്തറും പങ്കാളിയാകുമെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സ്വിസ് മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ബർഗൻസ്റ്റോക്കിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയെന്നും ഇതിൽ പാകിസ്ഥാനിൽ നിന്നും ഖത്തറിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ മധ്യസ്ഥരായി പങ്കെടുക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്ലാമാബാദ് ധാരണാപത്രം അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള പൊതു സമ്മതികളും തീരുമാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മധ്യസ്ഥരെന്ന നിലയിൽ തങ്ങളുടെ പങ്ക് പാകിസ്ഥാൻ തുടർന്ന് നിർവഹിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. ലെബനിൽ നിലനിൽക്കുന്ന ശക്തമായ സൈനിക സംഘർഷങ്ങൾ നയതന്ത്ര ശ്രമങ്ങൾക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നുണ്ട് എങ്കിലും സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചകളിലേക്ക് തങ്ങളുടെ പ്രതിനിധി സംഘങ്ങളെ അയക്കുമെന്ന് അമേരിക്കയും ഇറാനും ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാകും. ഇസ്രായേൽ ലെബനിൽ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ബർഗൻസ്റ്റോക്കിൽ നടക്കേണ്ടിരുന്ന അന്തിമ കരാർ ചർച്ചകൾ മാറ്റിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ പുതിയ നീക്കം എത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14 ഇന ഇടക്കാല കരാറിനെ ഒരു ശാശ്വത സമാധാന ഉടമ്പടിയാക്കി മാറ്റാനാണ് യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും നേതൃത്വം നൽകുന്ന. അതായത് ആ ചർച്ച എങ്ങനെയെങ്കിലും ഫലവത്താക്കാനാണ് ഇരുവരും ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ്. അതായത് ലെബനിലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് സമാധാന നീക്കങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമോ എന്നൊരു ആശങ്കയും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. ലെബനിലെ വെടിനിർത്തൽ യുഎസ് ഇറാൻ ചർച്ചകൾ തുടങ്ങിയതിനുള്ള പ്രധാന വ്യവസ്ഥയാണ്. അതായത് ശനിയാഴ്ച തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. നബദിത മേഖലയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങളും പാർപ്പിട സമുച്ചയങ്ങൾ തകർക്കുകയും പീരങ്കി ആക്രമണം നടത്തുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിലവിൽ ഒപ്പുവെച്ച പ്രാഥമിക സമാധാന കരാർ അനുസരിച്ച് ലെബനിലെ വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് അമേരിക്ക ഉത്തരവാദിയായിരിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഇസ്രായേൽ തങ്ങൾ ഈ കരാറിന്റെ ഭാഗമല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇറാനും അമേരിക്കയും കൊണ്ടുവന്ന കരാറിനെ എങ്ങനെയെങ്കിലും പൊളിച്ചെഴുതണം, അല്ലെങ്കിൽ ആ കരാറിനെ നശിപ്പിക്കണം എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.